ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ നമുക്കിവിടെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരമാണ് കുർബാന. അപ്പൊ രാവിലെ നമ്മള് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹമായിരുന്നു സുബിന് കേട്ടോ. എന്താ സുബിന് ആഗ്രഹം? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പ ബിരിയാണി കഴിക്കണം ഭയങ്കര. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് വാങ്ങിയിട്ടോ കപ്പ. പക്ഷെ ഭയങ്കര കയ്പ് പിടിച്ച കപ്പയായിരുന്നു. ഇവിടെ ആണെങ്കിൽ വരുന്ന സമയത്ത് വാങ്ങിച്ചില്ല, പിന്നെ ഭയങ്കര കയ്പായി. അതുകൊണ്ട് പിന്നെ അങ്ങനെ നല്ല കപ്പ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നലെ നല്ല കപ്പ കിട്ടി. അപ്പൊ രാവിലെ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാകും. പണ്ട് എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തോന്നുന്നത്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കും ചെറുപ്പത്തിൽ ഞായറാഴ്ച ദിവസമല്ലേ വീട്ടിൽ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാകും. ഹസ്ബൻഡിന്റെ വീട്ടില് ഇവരിങ്ങനെ എപ്പോഴും തിന്നുന്നതല്ലേ. ഞങ്ങളൊക്കെ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണിയും ബീഫ് അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് പള്ളി കുർബാനക്കൊക്കെ നിൽക്കുമ്പോഴേ, കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴെല്ലാം മനസ്സിലിങ്ങനെ ചെല്ലുമ്പോൾ നല്ല കപ്പ ബിരിയാണി തിന്നാലെന്നുള്ള ആഗ്രഹത്തിലെ കുർബാനക്ക് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓടി വീട്ടിലേക്ക് വന്നാൽ മതി എന്നുള്ള ചിന്തയിലായിരിക്കും നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നവരൊക്കെ ഒന്ന് പറയണം കേട്ടോ, ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യമായിട്ടോ ഞാൻ ഞായറാഴ്ച ദിവസം ഒരു കപ്പ ബിരിയാണി ഞാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് നല്ലതായിട്ട് വെണ്ണഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് നിങ്ങളുടെ ഇവിടെയൊക്കെ എന്താ പറയുന്നത്, എല്ലാം കാണിച്ചേരെ ഇതേട്ടോ വെണ്ണഞ്ച്. അപ്പൊ ഞാൻ കുക്കറിലിട്ട് ഒരു 6-7 വിസിലൊക്കെ അടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് സംഭവം. ഇത് നമുക്കൊന്ന് കപ്പയും ഒക്കെ ഒന്ന് സെറ്റാക്കി നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് കപ്പ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെയല്ല ഞാനായിട്ട് വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഇങ്ങനെ കപ്പ ബിരിയാണി ആയിട്ട് ഇങ്ങനെ അത് എല്ലാം കപ്പയും. അപ്പൊ ഇത് ഞാൻ കഴിക്കണം, ഒരു പരീക്ഷണമാണല്ലേ. ഞാൻ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ, ഒരു പരീക്ഷണമാണല്ലോ ഭർത്താവേ. എന്നെ പോലത്താൻ എനിക്ക് ആരുടെ ആവശ്യം കേട്ടോ. നല്ലതാണ്. ഞാൻ കുഴപ്പമില്ലാതൊക്കെ ഉണ്ടാക്കും. അത്യാവശ്യം കുഴപ്പം ചില സമയങ്ങളിലൊക്കെ പാല് പോകും. അത് നമ്മൾ അത്ര കോൺസെൻട്രേഷൻ ഇല്ലാതൊക്കെ ഉണ്ടാക്കുമ്പോഴേ, അല്ലെങ്കിൽ ഓക്കെ എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ പോയി. കഴിച്ചിട്ട് വേണം പോകാൻ. ഞായറാഴ്ച ദിവസം പള്ളിയൊന്നും പോയില്ലേ നീ? അപ്പൊ ഞങ്ങൾക്ക് വൈകുന്നേരം 5 മണിക്ക്. ആണോ? ഞങ്ങൾക്കും അങ്ങനെയാ. നീ പള്ളിയിലാ പോണേ? ഞങ്ങളിവിടെ പള്ളിയില്ല. ഇവിടെ 5 മണിക്ക് ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാ. ഞായറാഴ്ച ദിവസം സൂര്യ ഓഫൊന്നുമില്ല. ഞായറാഴ്ച കടകളുള്ള ദിവസം അറിയില്ല. ഭയങ്കര കടത്തി മുങ്ങിക്ക്, അതുകൊണ്ടാ പോകുന്നത്. നമുക്കങ്ങനെ കടവൊന്നുമില്ല. എല്ലാ ദിവസവും കടവല്ലേ, എല്ലാ ദിവസവും കടമുള്ള ദിവസം. കടവില്ലാത്തൊരു ദിവസം തപ്പി നടക്കുന്ന ഒരവസ്ഥയില്ല. അയ്യോ, ഈ വാക്കിൽ ഇത്രയും വലിയൊരു അർത്ഥം ഉണ്ടെന്ന് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ കപ്പ സെറ്റ് ആയിട്ടോ. ഞാൻ ഇളക്കുന്നത് എനിക്ക് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ. പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ വലിയ കലത്തിനകത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ഇളക്കുണ്ടല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ ആ കപ്പ ഈ തടിയേന്ന് ഇങ്ങനെ കോരത്തിന് ഇങ്ങനെ തോണ്ടി തിന്നത്തില്ലേ, ഇളക്കി കഴിയുമ്പോൾ രസുവിന് ഒരു സൂപ്പർ ടേസ്റ്റ്. ഇതെല്ലാം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ അപ്പൊ അതിന്റെ കപ്പ ബിരിയാണി കഴിക്കാൻ പോകട്ടോ. ഇങ്ങനെ രസുവിന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 5-6 വയസ്സത്തെ ടേസ്റ്റ് പറയണോ. അടിപൊളിയല്ലേ? നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നന്നായിട്ട് നല്ല ആ കപ്പയും ഇതും എല്ലാം കൂടെ നല്ലതായിട്ട് ഈ എല്ലിന്നൊക്കെ ഇങ്ങനെ വിട്ടു വന്നിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങളെ കൊതിപ്പിക്കുവാന്ന് വിചാരിക്കല്, പക്ഷെ സൂപ്പർ ടേസ്റ്റാ. അതെ, അയ്യോ എല്ല് തൊണ്ട ഇവിടെ കുത്തി കേട്ടോ. പോയിറങ്ങി ഇവിടെ കുത്തി പോയി. അത് കൊതിയാൻ തോന്നുട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ 5 മണിക്കാണ് പള്ളിയിൽ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുർബാനയുണ്ട്, പ്രദക്ഷിണമുണ്ട്, നൊവേനയുണ്ട്. അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു പെരുന്നാളൊക്കെ കൂടുന്നത്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴൊക്കെയോ കൂടിയതാണ്. പിന്നെ എപ്പോഴും ആ സമയങ്ങളിൽ ഹോസ്റ്റലിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്കിങ്ങനെ നാട്ടിലെ പെരുന്നാളും കല്യാണം ഒന്നും കൂടെ നമുക്കതിന് പറ്റാറില്ല. ഇതിപ്പോ ഒരുപാട് നാൾ കൂടി എന്തായാലും മുമ്പേ വന്നപ്പോൾ അതൊക്കെ എനിക്ക് പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മൾ പള്ളിയിലെത്തി കേട്ടോ. അപ്പൊ അതിന്റെ നമ്മുടെ സംസ്ഥാന പുണ്യാളിനെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന്
വില്ലും കഴുന്നും ഒക്കെ എടുത്ത് അങ്ങനെ പോകും. അപ്പൊ ആദ്യം കുർബാനയാണ്. കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിന് പോകട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പള്ളി എവിടെയാന്ന് ചോദിച്ചാൽ മാഹീമിലാണ് കേട്ടോ. അപ്പൊ മുംബൈയില് മാഹീമിലാണ് ചർച്ച്. ഇത് സീറോ മലബാർ ചർച്ച് ആണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലാറ്റിനും സുബിൻ മലങ്കരയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളി ഇതായതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ് നമ്മൾ വേണ്ട പള്ളിയുടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പ്രദക്ഷിണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തൊരു വല്ലാത്ത അനുഭവമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ അടുത്തൊക്കെ നിൽക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പൊ കുറെ പേരെങ്കിൽ മുത്തുക്കുടയും അതിന്റെ ഇതൊക്കെ പിടിച്ചിങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പെരുന്നാൾ കൂടുന്നത്. അപ്പൊ ഒരു പെരുന്നാളിന്റെ ഒക്കെ ഒരു വൈബ് അത് വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. അതും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയൊക്കെ ഒരിടത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം എന്താ പറയാ, നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ സുബിന് പണി കിട്ടി കേട്ടോ. നമ്മൾ ശരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാന്നൊക്കെ ഓർത്ത് നിന്നാണ്. അപ്പൊ കുരിശ് പിടിക്കാനുള്ള പണി കിട്ടി. പിന്നെ അങ്ങനെ സുബിൻ തേണ്ട് പിന്നെ കുരിശ് ഫ്രണ്ടിലേക്ക് പിടിക്കാനായിട്ട് പോയി. പിന്നെ ഞാനായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോക്കകത്ത് പിന്നെ ഉള്ളതിനകത്തൊന്നും നമ്മളെ കാണാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു മെഴുകുതിരി ഉണ്ട്, അതിന്റെ കൂടെ വേണം വീഡിയോ എടുക്കാൻ. അങ്ങനെ കുറെ നേരം ഒരാൾ തന്നെ എടുക്കുമ്പോഴത്തേക്ക് കൈക്കൊക്കെ വേദനയൊക്കെ എടുത്തു. എന്നാലും കുഴപ്പമില്ല, എല്ലാം ഒരുവിധമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇതിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അല്ലെ നമ്മൾ പ്രദക്ഷിണത്തിൽ നിന്ന് മാറി നിൽക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയും പറ്റിയില്ല. സുബിനും കൂടെ ഇതിനകത്ത് നിന്ന് പോയതുകൊണ്ട് എനിക്ക് ഇതായിപ്പോയില്ലെങ്കിൽ ഇച്ചിരിയൊക്കെ മാറി നിൽക്കുന്നതൊക്കെ ഇതിലൂടെ ഒക്കെ എടുക്കാമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുത്തതാണ്. അപ്പൊ ഇത് നിങ്ങൾക്കും കാണാം, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലുള്ളവർക്കൊക്കെ കാണാമല്ലോ. ഒരുപാട് നാൾ കൂടി പോയൊരു പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനതൊരു ഓർമ്മയായിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടുത്തെ ഈ തെക്ക് തിരഞ്ഞ ഒരു വഴിയാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുള്ള റഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അതിൽ കൂടെ ഒരു പ്രദക്ഷിണം പോകാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് പോലീസുകാരും ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഇവിടെ അറിയാമല്ലോ പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ്. അതുകൊണ്ട് മനസ്സിൽ ഭയത്തോടു കൂടെ പ്രാർത്ഥിച്ചൊക്കെയാണ് നമ്മൾ ഈ പ്രദക്ഷിണം ചെയ്തത് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആ റോട്ടിൽ തന്നെ രണ്ടായിട്ട് ഇങ്ങനെ
ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഭയങ്കര ഒരു ഇച്ചിരി വേറെ ആൾക്കാർ നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കും കാര്യം, കാരണം നടക്കാനുള്ള ഇടയില്ല. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ അടിച്ചു. പിന്നെ വേറൊരു സൈഡും കൂടെ ഒക്കെ കുറച്ച് നേരം ഒന്ന് കറങ്ങി നമ്മൾ പിന്നെ പള്ളിയിലേക്ക് പോകുമായിരുന്നു കേട്ടോ. പ്രദക്ഷിണൊക്കെ ഏകദേശം തീരാറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് ഫ്രണ്ടിൽ പോയി നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൊള്ളൊന്ന് വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. പ്രസവം കുരിശും കൂടെ ഒക്കെ പിടിക്കുന്നതുകൊണ്ട് അതിനെ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ഒരിച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയതാണ്. അപ്പോൾ ഞാൻ പിന്നെ പ്രദക്ഷിണത്തിനിടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. എല്ലാവരും ഒന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ ഞാൻ പള്ളി എടുക്കാറായപ്പോൾ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങി നിന്നു. എന്നിട്ട് എല്ലാവരും വരുന്നതിന്റെ വീഡിയോ എടുക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പള്ളിയിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ മാത്രമല്ലല്ലോ. ഇപ്പൊ പള്ളി പെരുന്നാളിന്റെ സമയങ്ങളിലൊക്കെ ഈ പള്ളിയിൽ നിന്ന് പോയിട്ടുള്ളവരും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്കൊന്നും അറിയില്ലല്ലോ. നമുക്കിപ്പോ യൂട്യൂബ് ഉണ്ടായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ കാണുന്നവരൊക്കെ അവർക്ക് ഈ കൊച്ചെന്തിനാ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ സെൽഫി മോഡിലൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബാക്കി നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നമുക്കിതിങ്ങനെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് അതിലിടുമ്പം
എല്ലാവർക്കും കാണാമല്ലോ എന്നൊക്കെ ഉള്ളൊരിതിലാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ആ ചമ്മലൊക്കെ അങ്ങ് മാറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിച്ചോട്ടെ സാരമില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് വീഡിയോ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന്റെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം മൂക്കിനകത്ത് എല്ലാ പൊടികളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മൾ തിരിച്ചു വേണ്ട പള്ളിയിലേക്ക് എത്താനായി. പള്ളി പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റുള്ള മുത്തുക്കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. അത് കാണുമ്പോൾ ഒരു പഴയ കാലഘട്ടത്തിന്റെ ഒക്കെ ഒരു വൈബ് വന്നു കേട്ടോ. അതെന്തോ പള്ളിയിലെല്ലാം തോന്നുന്നു കേട്ടോ. നമ്മളല്ലാതെ റെന്റിനെടുക്കും അങ്ങനെ കണ്ടത് ചെയ്തതാണ്. എന്തായാലും അത് കണ്ടപ്പോൾ എനിക്കൊരു പഴയ സിനിമയിലേക്ക് ഒരു പള്ളിപ്പെരുന്നാളൊക്കെ കാണിക്കുന്ന ആ ഒരു വൈബാണ് തോന്നിയത്. അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം സ്നേഹവിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒരുപാട് നാളായി ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പള്ളിപ്പെരുന്നാളും ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. എന്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ വർഷത്തിൽ ഒന്ന് അർത്തിങ്കൽ പോകുന്നതായിരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ഒരു ഓർമ്മ. ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി ഞാൻ അർത്തിങ്കപ്പള്ളിയിലൊക്കെ പോയിട്ട്. അപ്പൊ ഇത് 21-ാം തീയതി നടന്ന പ്രോഗ്രാമാണ് കേട്ടോ. അപ്പൊ എഡിറ്റ് ചെയ്തൊക്കെ വരാൻ സമയം എടുത്തു. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇപ്പൊ സമയം കിട്ടിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ആ കുഞ്ഞുവാവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്രിസ്മസിന് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവനാണ് കേട്ടോ. അവൻ എല്ലാവരുടെയും കൂടെ മുകളിലൊക്കെ കയറി ഇരുന്ന് എൻജോയ് ചെയ്ത് ഭയങ്കര ഡാൻസും ഇതൊക്കെയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്ന ആള്. അപ്പൊ സ്നേഹവിരുദ്ധം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചേക്കാൾ ഒരുപാട് ആൾക്കാർ പള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സ്ഥിരം കാണുന്നതിനേക്കാൾ ഒരുപാട് പുതിയ മുഖങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളും ഈ പള്ളിയിൽ വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. നമ്മൾ ഓണത്തിന്റെ സമയത്തൊക്കെയാണ് വന്നത്. അപ്പൊ ഇവിടെ പണ്ടുണ്ടായിരുന്നവരും ഇപ്പൊ ഇവിടുന്ന് വേറെ മാറി താമസിക്കുന്നവരും ഒക്കെ എല്ലാവരും ഇതിൽ പങ്കെടുത്തോട്ടോ. പിന്നെ അവസാനം ശുഭമായിട്ട് ഞാനും ഒരു ഭക്ഷണത്തിലങ്ങ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് എടുത്തത് കേട്ടോ. അപ്പൊ ചോറും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബിരിയാണിയായിട്ടും കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നത്. ഡ്രസ്സൊക്കെ നല്ലതാണ്, പക്ഷെ ഷോളിന് ഒട്ടും നീളമില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് അല്ലാതെ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ പള്ളിയിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ജസ്റ്റ് തലയിൽ ഇടാനുള്ള രീതിയിലൊക്കെ ഇടാം, അല്ലാതെ ഒന്നും പറ്റത്തില്ല. അപ്പം എന്നാലും കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.